പേടിക്കണ്ട, ആരും അറിഞ്ഞിട്ടില്ല. വണ്ടി റെഡിയാണോ? വണ്ടി റെഡിയാണ്, പക്ഷെ ഇത് ശരിയാണോ? ശരി, തെറ്റ കാലോചിക്കേണ്ട സമയമല്ലേ ഇത്. അളിയൻ ചെയ്യണൊക്കെ ശരിയാണോ? ശരിയില്ല. ഗ്യാസിനൊക്കെ ക്ഷാമോ? വിറകായിരുന്നു നല്ലത്. എന്തായാലും വിഭൂതി വെച്ച് വേവിക്കുന്നു. കുറച്ച് പരിപ്പും തക്കാളിയും കൂടെ ഇട്ട് ഡാൽ ഫ്രൈ ആക്കി അങ്ങ് വിഴുക്ക്. തക്കാളി പരിപ്പിനും തക്കാളിക്കൊക്കെ എന്താ വില എന്നറിയാവൂ? നല്ല പരുവത്തിലായി കഴിയുമ്പോ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഒക്കെ ചേർത്ത് ഡോബർമാനും റോഡ് വീലേഴ്സിനും ഒക്കെ കൊടുക്കാം. അവരൊക്കെ ആരാ? ചേട്ടന്റെ അളിയന്മാരാണോ? അല്ലടോ, അതൊക്കെ ഇവിടുത്തെ പട്ടികളാ. അയ്യോ, പട്ടികളോ? അപ്പൊ പുറത്തിറങ്ങിയാലും രക്ഷയില്ലേ. ഒരു കടിയുടെ ഓർമ്മ ഉണങ്ങി വരുന്നേ ഉള്ളൂ. ആസനം എന്ത് തുടങ്ങി? തീയണക്കടാ പാചകക്കാരെ. നിന്റെ അവിടുന്ന് എന്ത് തുടങ്ങേണ്ടത്? ശരി, നിങ്ങൾ പറയുന്ന എന്ത് ഞാൻ അനുസരിക്കാം. ആദ്യം തീയോ നനക്കി. വില്ലന്മാര് സാധാരണ ഐസില കിടത്താറ് പതിവ്. ആഗോളതാപനം മൂലം ഐസ് മുഴുവൻ ഉരുകിക്കൊണ്ടിരിക്കുക. കട്ടിപ്പരുവത്തിൽ കിട്ടുന്നില്ല. കുറച്ച് ലൂസ് പരുവത്തിലായാലും വേണ്ടില്ല, കുറച്ചിനകത്തോട്ട് ഒഴുക്കി. എന്നിട്ട് തീയാണെങ്കിൽ സീനിയറെ അണയ്ക്കാം. പക്ഷെ നീ എനിക്കൊരു ഉറപ്പ് തരണം. പാറ പോലുള്ള ഉറപ്പ് തരാം. ഈ അവസ്ഥയിൽ ആരും തന്നു മൊഴിഞ്ഞാട്ടെ. ചൂട് കൂടി. ഈ നിമിഷം മുതൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവർക്ക് നീ പാര പണിയണം. ഞാൻ ഏത് കോപ്പനോണേലും പണിയാം. ആദ്യം ഞങ്ങളുടെ ബദ്ധശത്രുക്കളായ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യനും, പിന്നെ അച്ചായന്റെ സിംഗിന്. ബാക്കിയുള്ളവരുടെ ലിസ്റ്റ് മാൻഡ്രക്ക് പണിയാമേ. തീയണക്കി. അറ്റ്ലീസ്റ്റ് ഒരു കൗബീനെങ്കിലും തന്നെ പുറത്തേക്ക് ഇറക്ക്. വേവാൻ തുടങ്ങി. പുറത്തിറക്കാം. എപ്പോ? പക്ഷേ ഒന്നോർത്തോ, ഒറ്റാനോ ചതിക്കാനോ ശ്രമിച്ചാൽ ബിരിയാണി ചെമ്പിന് പകരം തന്തൂരി അടുപ്പായിരിക്കും. തന്തൂരി. എത്രയായി? 30 രൂപ. ഇവിടെ എവിടേക്കാ? അക്കരെ ഒരാളെ കാണാനാ, നടന്നു പോയിക്കോളാം. ആള് താമസമില്ലാത്ത സ്ഥലമാണ്. ഇവിടെ വെച്ച് വീതി. പാടുപെട്ട് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് ചതിയായി പോയല്ലോ. നിനക്ക് അവിടെ വെച്ച് നോക്കിക്കൂടായിരുന്നു? നിനക്ക് അവിടെ വെച്ച് പറയാൻ പാടില്ലായിരുന്നു. ഇത് ആള് താമസമില്ലാത്ത സ്ഥലമാണല്ലോ. ഇനി വല്ല കള്ളക്കടത്തുകാരോ? കള്ളക്കടത്തുകാർ എന്നാ? പോയി നോക്കാം. ചിലപ്പോ ഇതോടെ നമ്മുടെ സമയം തെളിയും. പോകാം.